ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അനാറ്റമിയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ലങ്സിനെ കുറിച്ചാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ കുറെ തവണ ലോങ് ആൻസറും ഷോർട്ട് ആൻസറും ഒക്കെ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ലങ്സ്. സോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻ ആണ് ലങ്സ്. ലങ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ മൊത്തം ഓക്സിജനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റേണൽ റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ഒരു ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എസ്എ ക്വസ്റ്റ്യൻസിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡയഗ്രം എന്തായാലും വരച്ചിരിക്കണം. അത് നല്ല നീറ്റ് ആയിട്ടുള്ളതും അതുപോലെ പാർട്സ് ഒക്കെ ലേബിൾഡ് ആയിട്ടുള്ളതും ആയിരിക്കണം. സോ നമുക്കിനി ലങ്സിന്റെ പൊസിഷൻ, അതിന്റെ സൈസ്, ഷേപ്പ്, അങ്ങനെ കുറച്ച് അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ലങ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലാണ്, ഓൺ ഐദർ സൈഡ് ഓഫ് മിഡിൽ മീഡിയാസ്റ്റീനം. അപ്പൊ മീഡിയാസ്റ്റീനം എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിലുള്ള ഒരു സ്പേസ് ആണ്. അതായത് അവിടെയാണ് നമ്മുടെ ഹേർട്ട്, അതുപോലെ പെരികാർഡിയം, റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ ഈ ഹേർട്ടിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ആരുള്ളത്? ലങ്സ് ഉള്ളത്. ഇനി ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി എൻവിറോൺമെന്റിൽ സ്മോക്ക് ഒന്നും ചെയ്യാത്ത ആളുകളിൽ ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കും ലങ്സിന് ഉണ്ടാവുക. എന്നാൽ നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ജീവിക്കുന്നവര്, അതുപോലെ സ്മോക്ക് ചെയ്യുന്നവര്, ഈ കോൾ മൈൻ ഡസ്റ്റ് വർക്കേഴ്സ്, അവർക്കൊക്കെ ഒരു ഡാർക്ക് ആൻഡ് മോട്ടിൽ കളർ ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ ലങ്സിന് ഏറെക്കുറെ ഒരു കോൺ ഷേപ്പ് ആണുള്ളത്. ഇനി അതിനെ കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിൻ ലെയർ ഓഫ് ടിഷ്യൂ ഉണ്ട്. അതിന്റെ പേരാണ് പ്ലൂറ. പ്ലൂറയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ പ്ലൂറ ഒരു 2 ലെയേഴ്സ് ഓഫ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ലങ്സിനെയും അതുപോലെ തന്നെ ചെസ്റ്റ് ക്യാവിറ്റീനെയും കവർ ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് ലങ്സിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നു, അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലങ്സിന്റെ പാർട്സ് ആണ്. അപ്പൊ ഓരോ ലങ്സിനും ഒരു അപെക്സ് ഉണ്ട്. അപെക്സ് എന്ന് പറയുന്നത് അതിന്റെ അപ്പർ എൻഡ് ആണ്. ഇനി ഒരു ബേസ് എന്ന് പറയുന്നത് താഴ്ഭാഗത്തിനെയാണ്. ഇനി 3 ബോർഡേഴ്സ് ഉണ്ട്. 3 ബോർഡേഴ്സ് ആണ് ആന്റീരിയർ, പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ ബോർഡർ. 2 സർഫസ് ആണുള്ളത്, കോസ്റ്റൽ ആൻഡ് മീഡിയൽ സർഫസ്. ഈ ഡയഗ്രത്തില് ലങ്സിന്റെ പാർട്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ ആണ് അപെക്സ്, അപ്പർ എൻഡ് ആണ്. ഈ ഭാഗമാണ് ബേസ്. ഇനി ഇതിന് 3 ബോർഡേഴ്സ് ഉണ്ട്, ആന്റീരിയർ, പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ ബോർഡർ. ബോർഡർ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എഡ്ജസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോർഷൻ ആണ് ആന്റീരിയർ ബോർഡർ. ഈ 2 പോർഷൻസിനാണ് നമ്മൾ ആന്റീരിയർ ബോർഡർ എന്ന് പറയുന്നത്. ഇനി പോസ്റ്റീരിയർ ബോർഡർ എന്ന് പറയുന്നത് പുറകുവശത്തുള്ള ബാക്ക് പൊസിഷനിലാണ് ഇത് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇൻഫീരിയർ ബോർഡർ, ഈ താഴത്തെ ഒരു ഏരിയ ആണ്. അതുപോലെ 2 സർഫസ് ആണുള്ളത്, മീഡിയൽ സർഫസും. ഈ ഒരു ആരോ കാണുന്ന ഭാഗമാണ് മീഡിയൽ സർഫസ്. ഇനി അതുപോലെ കോസ്റ്റൽ സർഫസും ആണ് ഉള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെ ഡിസ്ക്രിപ്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അപെക്സ് നോക്കാം. നേരത്തെ ഫിഗറിൽ കണ്ടതുപോലെ നമ്മുടെ ലങ്സിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ് അപെക്സ്. അത് റൂട്ട് ഓഫ് നെക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കറക്റ്റ് ആയിട്ട് അതിന്റെ അനാട്ടമിക്കൽ പൊസിഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റിബിന്റെ ആന്റീരിയർ എൻഡിൽ നിന്നും 3 സെന്റിമീറ്റർ മുകളിലാണ്. അതുപോലെ നമ്മുടെ ക്ലാവിക്കിൾ അഥവാ കോളർ ബോണിന്റെ മീഡിയൽ എൻഡിൽ നിന്നും 3 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് അപെക്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ നോക്കാം. അപ്പം ഈ ചിത്രത്തിലെ ഈ ഒരു പോർഷൻ, ഇതാണ് ഫസ്റ്റ് റിബിന്റെ ആന്റീരിയർ എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും 3 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് അപെക്സ് ഉള്ളത്. ഇനി അതുപോലെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ കോളർ ബോൺ വരുന്നത്, അതായത് ക്ലാവിക്കിൾ വരുന്നത്. അപ്പൊ ക്ലാവിക്കിളിന്റെ മീഡിയൽ എൻഡ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇവിടെ നിന്നും 3 സെന്റിമീറ്റർ മുകളിലായിട്ടാണ് അപെക്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കറക്റ്റ് ആയിട്ട് അനാട്ടമിക്കൽ പൊസിഷൻ പറയുക. ഇനി ഇതിൽ ലെൻസിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് നമ്മൾ കണ്ടിരുന്നു. ആ പ്ലൂറയ്ക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസിലെ സെർവൈക്കൽ പ്ലൂറയും അതുപോലെ സുപ്രാ പ്ലൂറൽ മെംബ്രെയിനും ആണ് അപെക്സിനെ കവർ ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ അപെക്സ് ഇരിക്കുന്ന ഭാഗത്തിൽ കൂടെ സബ്ക്ലേവിയൻ ആർട്ടറി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആ ഭാഗത്തുള്ള അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ ആണ് ബേസ്. ബേസ് ഒരു കോൺകേവ് ഷേപ്പിലാണുള്ളത്. അതിന് ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് പറയും. കാരണം നമ്മുടെ ഡയഫ്രത്തിനോട് ചേർന്നിട്ടാണ് ബേസ് ഇരിക്കുന്നത്.
ഈ റൈറ്റ് ലങ്സിന്റെ ബേസ് ലെഫ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സുപ്പീരിയർ ലെവലിലാണ് ഇരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നത് പോലെ റൈറ്റ് സൈഡിലാണ് ലിവർ ഉള്ളത്. അപ്പൊ ആ ലിവറിന്റെ പ്രസൻസ് കാരണമാണ് റൈറ്റ് ലങ്സിന്റെ ബേസ് കുറച്ച് സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ലങ്സിന്റെ 3 ബോർഡേഴ്സ് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ആന്റീരിയർ ബോർഡർ. ആന്റീരിയർ ബോർഡർ അഥവാ ആന്റീരിയർ എഡ്ജ് എന്ന് പറയുന്നത് വളരെ തിൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. റൈറ്റ് ലങ്സിൽ അതൊരു വെർട്ടിക്കൽ ആയിട്ടാണ് കാണുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും റൈറ്റ് ലങ്സിൽ ആന്റീരിയർ ബോർഡർ വരുന്നത്. എന്നാൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലങ്സിൽ ഒരു വ്യത്യാസം കാണും. അതായത് ഇങ്ങനെ ഒരു ഡീപ്പർ പോർഷൻ നമുക്ക് ലെഫ്റ്റ് ലെങ്ങിൽ കാണാം. ഈ ഭാഗത്തിനെയാണ് കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഹാർട്ടിന്റെ അപ്പെക്സും അതിനെ കവർ ചെയ്തിട്ടുള്ള പെരികാർഡിയം ഉള്ളത്. അപ്പൊ അപ്പെക്സ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ലെഫ്റ്റ് ലങ്സിൽ ഈ ഒരു പോർഷൻ കുറച്ച് ഡീപ്പ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കാർഡിയാക് നോച്ച് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാർഡിയാക് നോച്ചിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടങ് ലൈക്ക് പ്രൊജക്ഷൻ നമുക്ക് കാണാം. ആ പോർഷനെയാണ് നമ്മൾ ലിംഗുല എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റീരിയർ ബോർഡർ ആണ്. ആന്റീരിയർ ബോർഡറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിന്റെ പൊസിഷൻ പറയുന്നത് C7 തൊട്ടിട്ട് T10 ലെവൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ C7 T10 എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ വ്യത്യസ്ത ലെവൽസ് അഥവാ സബ് ഡിവിഷൻസ് ആണ്. നമുക്കറിയാം വെർട്ടിബ്രൽ കോളത്തിൽ 33 വെർട്ടിബ്രൽസ് ഉണ്ട്. അപ്പൊ അതിനെ തന്നെ 5 സെക്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് സെർവൈക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കോക്സിജിയൽ ഇങ്ങനെ 5 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സെർവൈക്കലില് 7 വെർട്ടിബ്രാസ് ആണ് ഉള്ളത്. അതുപോലെ തൊറാസിക്കില് 12 എണ്ണം. അപ്പൊ അങ്ങനെ പൊസിഷൻ നോക്കുമ്പോൾ സെർവൈക്കലിലെ 7th വെർട്ടിബ്ര തൊട്ടിട്ട് തൊറാസിക്കിലെ 10th വെർട്ടിബ്ര വരുന്ന ആ ഒരു ലെവൽ വരെയാണ് ഈ പോസ്റ്റീരിയർ ബോർഡർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെഡ് ഓഫ് റിബ്സ്. ഹെഡ് ഓഫ് റിബ്സ് എന്ന് പറയുന്നത് ഒരു വെഡ്ജ് ഷേപ്ഡ് എൻഡ് ആണ്. അതായത് നമ്മുടെ റിബിനെ തൊറാസിക് വെർട്ടിബ്രയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് നമ്മൾ ഹെഡ് ഓഫ് റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റീരിയർ ബോർഡർ ഈ ഹെഡ് ഓഫ് റിബ്സിലേക്കും കണക്ഷൻ വരുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ഇൻഫീരിയർ ബോർഡർ. ഇൻഫീരിയർ ബോർഡർ നമ്മുടെ ബേസിനെ, അതായത് ലങ്സിന്റെ ബേസിനെ കോസ്റ്റൽ സർഫസിൽ നിന്നും മീഡിയൽ സർഫസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ കോസ്റ്റൽ സർഫസും മീഡിയൽ സർഫസും എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തേതാണ് കോസ്റ്റൽ സർഫസ്. കോസ്റ്റൽ സർഫസ് ലാർജും അതുപോലെ കോൺവെക്സും ആണ്. ഇത് പ്ലൂറി ആയിട്ടും അതുപോലെ തൊറാസിക് വാളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് കോസ്റ്റൽ സർഫസ് എന്ന് പേര് വരാൻ കാരണം എന്ന് ചോദിച്ചാല് ഇത് റിബ്സുമായിട്ട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പോർഷൻ ആണ്. അതുകൊണ്ടാണ് കോസ്റ്റൽ സർഫസ് എന്ന് പേര് വന്നത്. ഇനി അടുത്തതാണ് മീഡിയൽ സർഫസ്. മീഡിയൽ സർഫസിനെ പോസ്റ്റീരിയർ വെർട്ടിബ്രൽ പാർട്ടായിട്ടും അതുപോലെ ആന്റീരിയർ അല്ലെങ്കിൽ മീഡിയസ്റ്റീനൽ പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് കോസ്റ്റൽ സർഫസ്. ഇനി അടുത്ത മീഡിയൽ സർഫസ് തന്നെ പോസ്റ്റീരിയർ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ മീഡിയസ്റ്റീനൽ പോർഷൻ ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെർട്ടിബ്രൽ പാർട്ട് ആണെങ്കിൽ നമ്മുടെ വെർട്ടിബ്രൽ കോളമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വെർട്ടിബ്രൽ കോളത്തിനോട് ചേർന്നാണ് ഈ വെർട്ടിബ്രൽ പാർട്ട് ഓഫ് മീഡിയൽ സ്ട്രക്ചർ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും മീഡിയസ്റ്റീനൽ പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് മീഡിയസ്റ്റീനൽ സ്ട്രക്ചേഴ്സ്, അതായത് ഹേർട്ടും അതുപോലെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഗ്രേറ്റ് വെസൽസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ അതിലുണ്ട്, അതാണ് ഹൈലം. നമുക്ക് റൈറ്റ് ലെങ്സിന്റെ ലെഫ്റ്റ് ലെങ്സിന്റെ മീഡിയസ്റ്റീനൽ സ്ട്രക്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ റൈറ്റ് ലെങ്സിന്റെ മീഡിയസ്റ്റീനൽ സർഫസില് ഹൈലവും അതുപോലെ ചില ഇംപ്രഷൻസും ആണ് ഉള്ളത്. ഇപ്പൊ ഇംപ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മീഡിയസ്റ്റീനൽ സർഫസില് ഹാർട്ടും അതുപോലെ ഗ്രേറ്റ് വെസൽസ് ഒക്കെ ഉണ്ട്. ഇത് റൈറ്റ് ലെങ്സിന്റെ മീഡിയസ്റ്റീനൽ സർഫസുമായിട്ട് റിലേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് ലെങ്സിന്റെ സർഫസിൽ കുറച്ച് അടയാളങ്ങൾ കാണാം. അപ്പോൾ ഈ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെങ്സിന്റെ മീഡിയസ്റ്റീനൽ സർഫസിൽ കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ആണ് ഹൈലം. ഹൈലത്തിൽ കൂടെയാണ് ബ്ലഡ് വെസൽസ് ഒക്കെ ലെങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതും അതുപോലെ ലെങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും. അപ്പൊ റൈറ്റ് ലെങ്സിന്റെ ഹൈലമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് അതിലേക്ക് എൻ്റർ ആവുന്നതും അതുപോലെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തത് പൾമണറി ആർട്ടറി ആണ്.
ഇനി അതിന്റെ മുകളിലും താഴെയായിട്ട് എപ്പാർട്ടീരിയൽ ബ്രോങ്കസും ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസും ഉണ്ട്. ഇത് നമ്മുടെ റൈറ്റ് ബ്രോങ്കസിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഡിവിഷൻസ് ആണ്, എപ്പാർട്ടീരിയലും ഹൈപ്പാർട്ടീരിയലും. ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം പൾമണറി ആർട്ടറിയുടെ മുകളിലും താഴെയാണുള്ളത്. അതുകൊണ്ടാണ് എബോവ് ദ പൾമണറി ആർട്ടറിനെ നമ്മൾ എപ്പാർട്ടീരിയൽ എന്നും ബിലോ പൾമണറി ആർട്ടറിനെ ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ് എന്നും വിളിക്കുന്നത്. ഇനിയുള്ളതാണ് സുപ്പീരിയർ പൾമണറി വെയിൻ, അതുപോലെ ഇൻഫീരിയർ പൾമണറി വെയിനും പൾമണറി ലിഗമെന്റും. ഈ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് തന്നെ ഷോർട്ട് നോട്ടുമായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന്റെ അറേഞ്ച്മെന്റും ഈ ഫിഗറും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മീഡിയസ്റ്റീനൽ സർഫസിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതായത് ഹേർട്ടും ഗ്രേറ്റ് വെസൽസ് ഒക്കെ. ഇതൊക്കെ ഉള്ളത് കൊണ്ട് റൈറ്റ് ലെൻസിന്റെ മീഡിയസ്റ്റീനൽ സർഫസിൽ കുറച്ച് അടയാളങ്ങൾ കാണാം. അപ്പൊ ആ അടയാളങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം മീഡിയസ്റ്റീനൽ സർഫസ് ഓഫ് റൈറ്റ് ലെൻസിൽ കാണുന്ന ഇംപ്രഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് കാർഡിയാക് ഇംപ്രഷൻ. കാർഡിയാക് ഇംപ്രഷൻ ഈ ഒരു പാർട്ടിലാണുള്ളത്. ഹൈലത്തിന്റെ ഫ്രണ്ടിലായിട്ട് അതുപോലെ താഴെയായിട്ടാണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഇത് ഹാർട്ടിന്റെ റൈറ്റ് ആട്രിയം അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ടാണ് റൈറ്റ് ലെൻസിന്റെ ആ സർഫസിൽ ഇങ്ങനെ ഒരു കാർഡിയാക് ഇംപ്രഷൻ കാണുന്നത്. ഇനി രണ്ടാമത്തത് വരുന്നതാണ് സുപ്പീരിയർ വീനക്കാവ. നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വെർട്ടിക്കൽ ഇംപ്രഷൻ ആണ്, നീണ്ടിട്ടുള്ള ഒരു അടയാളമാണ് ലെൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് അസെൻഡിങ് അയോർട്ട. അസെൻഡിങ് അയോർട്ട എവിടെയാണുള്ളത്? ഈ ഒരു പോർഷനിലായിട്ടാണ് അസെൻഡിങ് അയോർട്ടയുടെ അടയാളം കാണുന്നത്. പിന്നെ വരുന്നതാണ് ഗ്രൂപ്പ് ഫോർ ഇൻഫീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ അവിടെ പാസ് ചെയ്യുന്നതിന്റെ ഒരു അടയാളം കൂടെ അവിടെ ഉണ്ട്. ഇനി അതുപോലെ അസേഗോസ് ആർച്ച്. അസേഗോസ് ആർച്ച് ഈ ഒരു സ്ട്രക്ചർ ആണ്. ഇതൊരു ആർച്ച് ഷേപ്പിലാണിത്. അസേഗോസ് വെയിൻ ആണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അസേഗോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ ബാക്കിൽ നിന്നും അതുപോലെ അബ്ഡോമിൽ നിന്നൊക്കെ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു വെയിൻ ആണ്. അപ്പൊ ആ വെയിന് ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ആർച്ച് ഷേപ്പിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസേഗോസ് ആർച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രക്കിയയുടെ ഒരു പോർഷനും അവിടെ ഒരു അടയാളമായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് ലെഫ്റ്റ് ലെങ്കിന്റെ മീഡിയസ്റ്റീനൽ സർഫസ് ആണ്. ഈ ലെഫ്റ്റ് ലെങ്കിലും അതുപോലെ ഹൈലവും കാർഡിയാക് ഇംപ്രഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ലെഫ്റ്റ് ലെങ്കിന്റെ ഹൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണുള്ളത്? പൾമണറി ആർട്ടറി ഉണ്ട്, അതുപോലെ സുപ്പീരിയർ പൾമണറി വെയിൻ ഉണ്ട്, ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്. നമ്മൾ റൈറ്റ് ലെൻസിൽ നോക്കുമ്പോൾ അതിൽ എപ്പാർട്ടീരിയൽ ഹൈപ്പാർട്ടീരിയൽ ബ്രോങ്കസ്, മെയിൻ ബ്രോങ്കസ് രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ലെഫ്റ്റിൽ നോക്കുമ്പോൾ ഒരു ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസ് മാത്രമേ എൻ്റർ ആവുന്നുള്ളൂ. അതുപോലെ ഇൻഫീരിയർ പൾമണറി വെയിനും പൾമണറി ലിഗമെന്റും ഉണ്ട്. ഇത്രയാണ് ലെഫ്റ്റ് ലെങ്ങിന്റെ ഹൈലും വരുന്നത്. ഇനി ലെഫ്റ്റ് ലെങ്ങിന്റെ മീഡിയസ്റ്റീനൽ സർഫസിലും കുറച്ച് അടയാളങ്ങളൊക്കെ കാണാം. അപ്പൊ ആ അടയാളങ്ങളാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് ലെങ്ങിൽ ഒരു കാർഡിയാക് ഇംപ്രഷൻ ഉണ്ട്. ആ കാർഡിയാക് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. അതുപോലെ നമുക്ക് ആർച്ച് ഓഫ് അയോർട്ട ഇവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ട്രക്കിയയുടെ ഒരു അടയാളമുണ്ട്. അതുപോലെ നമ്മുടെ ഈസോഫാഗസ് അന്നനാളത്തിന്റെ ഒരു അടയാളവും കാണാനായിട്ട് പറ്റും. അതുപോലെ ഡിസെൻഡിങ് തൊറാസിക് അയോർട്ട. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ലെഫ്റ്റ് ലെങ്ങിന്റെ മീഡിയസ്റ്റീനൽ സർഫസിൽ കാണുന്നത്. അപ്പം ഈ ഹൈലത്തിന്റെ ഒരു ഫിഗറും അതുപോലെ തന്നെ റൈറ്റ് ലെങ്ങിന്റെ മീഡിയസ്റ്റീനൽ സർഫസിലുള്ള ഇംപ്രഷൻസും ലെഫ്റ്റ് ലെങ്ങിന്റെ മീഡിയസ്റ്റീനൽ സർഫസിലുള്ള ഇംപ്രഷൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലോബ്സ് ആൻഡ് ഫിഷേഴ്സ്. ഈ ഭാഗത്ത് നിന്ന് MCQs ഒരുപാട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ റൈറ്റ് ലെൻസിന്റെയും ലെഫ്റ്റ് ലെൻസിന്റെയും ലോബ്സും ഫിഷേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. റൈറ്റ് ലെൻസിനെ യൂഷ്വലി 3 ലോബായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലോബ്, മിഡിൽ ലോബ് ആൻഡ് ലോവർ ലോബ്. ഈ ലോബുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വിസറൽ ഫ്ലൂറയുടെ ഒരു ഡബിൾ ലെയേർഡ് ആയിട്ട് ഒരു ഫോൾഡ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫിഷേഴ്സ് എന്ന് പറയുന്നത്, അടയാളങ്ങൾ പോലെ. അപ്പം ഈ റൈറ്റ് ലെൻസിന്റെ 3 ലോബ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒബ്ലിക് ഫിഷറും അതുപോലെ ഹൊറിസോണ്ടൽ ഫിഷറുമാണ്. ഈ ലെഫ്റ്റ് ലെങ്ങിലാണെങ്കിൽ ആകെ 2 ലോബുള്ളൂ, അപ്പർ ലോബും ലോവർ ലോബും. ആ 2 ലോബിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒബ്ലിക് ഫിഷർ ആണ് ഉള്ളത്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് റൈറ്റ് ലെൻസിൽ എത്ര ലോബാണ് ഉള്ളത്. ഇതാണ് റൈറ്റ് ലെൻസിന്റെ അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്. അപ്പർ ലോബിനെയും മിഡിൽ ലോബിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഹൊറിസോണ്ടൽ ഫിഷർ ആണ്. അതുപോലെ മിഡിൽ ലോബിനെയും ലോവർ ലോബിനെയും ഡിവൈഡ് ചെയ്യുന്നത് ഒബ്ലിക് ഫിഷർ ആണ്. ലെഫ്റ്റ് ലെങ്ങിലാണെങ്കിൽ അപ്പർ ലോബും ലോവർ ലോബും ആണ് ഉള്ളത്.
അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഓബ്ലിക് ഫിഷർ ആണ്. അപ്പൊ ഓരോരോ ലോബിന്റെ ഇടയിൽ ഏത് ഫിഷർ ആണ് കാണുന്നതെന്നും ചോദിക്കാറുണ്ട്. അടുത്തൊരു ടോപ്പിക്കാണ് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്. അതായത് നമ്മുടെ ലങ്സിലോട്ട് എൻ്റർ ആവുന്ന ബ്രോങ്കസ്, ഹൈലത്തിൽ കൂടെ ബ്രോങ്കസ് എൻ്റർ ആവുന്നു. അതിനുശേഷം അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഡിവൈഡ് ആവുന്നതിലെ ടേഴ്സറി ബ്രോങ്കേനെയാണ് നമ്മൾ സെഗ്മെന്റൽ ബ്രോങ്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈലത്തിൽ കൂടെ പൾമണറി ആർട്ടറിയും എൻ്റർ ആവുന്നുണ്ട്. എൻ്റർ ആയതിനു ശേഷം പൾമണറി ആർട്ടറിയും ഈ ബ്രോങ്കൈ പോലെ ഡിവൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ സെഗ്മെന്റൽ ബ്രോങ്കൈൻ അതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന പൾമണറി ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചും കൂടെ ലങ്സിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിലേക്കായിരിക്കും സപ്ലൈ ചെയ്തിട്ട് ഒരു യൂണിറ്റ് പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സെഗ്മെന്റൽ ബ്രോങ്കൈൻ അതിന്റെ കൂടെ പൾമണറി ആർട്ടറിയുടെ ബ്രാഞ്ച്. ഈ ഡെഫിനിഷനിൽ കാണുന്നത് പോലെ ഓരോ സെഗ്മെന്റൽ ബ്രോങ്കൈൻ അതിന്റെ കൂടെ വരുന്ന പൾമണറി ആർട്ടറിയുടെ ഡിവിഷനും കൂടെ ലങ്സിന്റെ ഒരു പ്രത്യേക ഏരിയയിൽ സപ്ലൈ ചെയ്യുന്നു. ആ ഒരു എൻ്റർ യൂണിറ്റിനെ നമ്മൾ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ. റൈറ്റ് ലങ്സിന്റെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് നോക്കാം. 3 ലോബിലും കൂടെ ആയിട്ട് 10 സെഗ്മെന്റ്സ് ആണുള്ളത്. അതിൽ അപ്പർ ലോബിൽ 3 സെഗ്മെന്റ് വരുന്നുണ്ട്. അതാണ് എപ്പിക്കൽ, ആന്റീരിയർ, പോസ്റ്റീരിയർ. ഇനി 2 സെഗ്മെന്റ്സ് വരുന്നത് മിഡിൽ ലോബിലാണ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ. അതുപോലെ ലോവർ ലോബിൽ 5 സെഗ്മെന്റ് വരുന്നുണ്ട്. എപ്പിക്കൽ, ആന്റീരിയർ ബേസൽ, മീഡിയൽ ബേസൽ, പോസ്റ്റീരിയർ ബേസൽ ആൻഡ് ലാറ്ററൽ ബേസൽ. ലെഫ്റ്റ് ലെങ്ങിന്റെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സും 10 എണ്ണാണ് ഉള്ളത്. അപ്പർ ലോബിലും ലോവർ ലോബിലും ആയിട്ടാണ് ഉള്ളത്. അപ്പർ ലോബിൽ വരുന്നതാണ് എപ്പിക്കൽ, ആന്റീരിയർ, പോസ്റ്റീരിയർ, സുപ്പീരിയർ ലിംഗുലാർ, ഇൻഫീരിയർ ലിംഗുലാർ. ലോവർ ലോബിന്റെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ആണ് എപ്പിക്കൽ, മീഡിയൽ ബേസൽ, ലാറ്ററൽ ബേസൽ, ആന്റീരിയർ ബേസൽ ആൻഡ് പോസ്റ്റീരിയർ ബേസൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്നും ഓരോരോ ലങ്സിന്റെ ലോബിലെ ഏതൊക്കെ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ആണ് ഉള്ളതെന്നും പഠിച്ചിരിക്കണം. ലങ്സിന്റെ ഹിസ്റ്റോളജി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ആൽവിയോളസ് ആണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആൽവിയോളയാണ്. അപ്പോൾ ആൽവിയോളയുടെ ഒരു സ്ട്രക്ചർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇതിനെ ലൈൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ആൽവിയോളയിൽ ഒരുപാട് എപ്പിത്തീലിയൽ സെൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ സെൽസും കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ടൈപ്പ് 1 ആൽവിയോളർ സെൽസ്. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ റെസ്പിറേഷൻ തന്നെയാണ്. ഇനി മറ്റൊന്നാണ് ടൈപ്പ് 2 ആൽവിയോളർ സെൽസ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ടൈപ്പ് 2 ആൽവിയോളർ സെൽസിന്റെ ഫംഗ്ഷൻ പൾമണറി സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് ലങ്സിന്റെ ആൽവിയോളസിന്റെ സർഫസ് ടെൻഷൻ പ്രിവെന്റ് ചെയ്യാനും അത് എക്സ്പിറേഷന്റെ സമയത്ത് പ്രഷർ കൂടുമ്പോൾ കൊളാപ്സ് ആവുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർഫക്റ്റന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതുപോലെ ടൈപ്പ് 3 ആൽവിയോളർ സെൽസ് ഉണ്ട്. അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇത്രയാണ് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ആൽവിയോളസിനെ ലൈൻ ചെയ്യുന്നത്. ഇനി ലങ്സിന്റെ ബ്ലഡ് സപ്ലൈ നോക്കുമ്പോൾ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻസും അതുപോലെ ബ്രോങ്കിയൽ ആർട്ടറിയാണ് ഉള്ളത്. പൾമണറി ആർട്ടറി ചെയ്യുന്നത് ഹേർട്ടിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിലേക്ക് എത്തിക്കുകയാണ്. ഈ പൾമണറി വെയിൻസ് ആണെങ്കിൽ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് എത്തിക്കും. ഇതിന് പുറമെ ആയിട്ട് ബ്രോങ്കിയൽ ആർട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടറി ഉണ്ട്. ഇത് ചെയ്യുന്നത് ബ്രോങ്കിയൽ ട്രീ, അതായത് ബ്രോങ്കസിന്റെ ബ്രാഞ്ചസിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ളതാണ്. ലങ്സിന് ആവശ്യമായിട്ടുള്ള നെർവ് ഇനർവേഷൻസ് ഒക്കെ കൊടുക്കുന്നത് പൾമണറി പ്ലെക്സസ് ആണ്. പൾമണറി പ്ലെക്സസ് വാഗസ് നെർവും സിമ്പത്തറ്റിക് ട്രങ്ക്സും കൂടെയാണ് ഫോം ചെയ്യുന്നത്. ഇനി ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ ചെല്ലുന്നത് സൂപ്പർഫിഷ്യൽ അതുപോലെ ഡീപ് പ്ലെക്സസിലേക്കാണ്. പിന്നീട് അതെല്ലാം കൂടെ ബ്രോങ്കോ പൾമണറി നോഡ്സിലേക്ക് ഡ്രെയിൻ ചെയ്യും. അപ്പൊ ഇത്രയാണ് ലങ്സിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാറ്റമിക്കൽ ഫീച്ചേഴ്സ്. നമുക്ക് ലങ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നോക്കിയായിരുന്നു. അതായത് അതിന്റെ പൊസിഷൻ, സൈസ്, ഷേപ്പ്, അതിന്റെ ലോബ്സ് ഏതൊക്കെയാണ്, ഫിഷേഴ്സ് ഏതൊക്കെയാണ്, ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് എന്താണ്, അതുപോലെ തന്നെ നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ, അതിന്റെ ഹിസ്റ്റോളജി, ലിംഫാറ്റിക് ഡ്രെയിനേജ്, എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ കവർ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന്
കോമൺ ആയിട്ട് ചോദിക്കാറുള്ള കുറച്ച് MCQs ആണ്. അതായത് സർഫക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ആൽവിയോളർ സെൽസ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് 2 ആൽവിയോളർ സെൽസ് ആണ് സർഫക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് ലങ്സിൽ എത്ര ലോബ്സ് ആണ് ഉള്ളത്? നമ്മൾ കണ്ടതുപോലെ 3 ലോബ്സ് ആണ് ഉള്ളത്. അതുപോലെ 2 ഫിഷേഴ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ ഫിഷറും ഒബ്ലിക് ഫിഷറും. ഇനി ലങ്സ് ആൻഡ് വാൾസ് ഓഫ് തൊറാക്സ് ലൈൻ ചെയ്തിരിക്കുന്ന ടിഷ്യൂ ഏതാണ്? പ്ലൂറയാണ് ആ ടിഷ്യൂ. ഇങ്ങനെ ഈ 3 ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമ്മുടെ KUHSന്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ലോങ് ആൻസർ ടൈപ്പില് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. മെൻഷൻ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ഡിസ്ക്രൈബ് ലങ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ വരച്ച് അതിൽ പാർട്സ് ലേബൽ ചെയ്യുകയും ഒന്ന് മെൻഷൻ ചെയ്യുകയും വേണം. അതിനുശേഷം ലങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലങ്സിന്റെ ഒരു പ്രത്യേക ഒരു ഫിഗർ വരച്ച് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും അതിൽ എഴുതണം. അപ്പൊ എഴുതുമ്പോൾ വലിയ പാരഗ്രാഫ് പോലെ എഴുതാതെ ഓരോരോ സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് അതിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഇനി 5 മാർക്സിന് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിച്ചിട്ടുള്ളതാണ് ബ്രോങ്കോപൾമണറി സെഗ്മെന്റ്. അതുപോലെ ലിസ്റ്റ് ഡൗൺ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നെയിം ഫിഷേഴ്സ് ആൻഡ് ലോബ്സ് ഓഫ് റൈറ്റ് ലങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം. അതുപോലെ റൈറ്റ് ലങ്സിന്റെ ഹൈലത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിന്റെ നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം 5 മാർക്ക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ ഫിഗർ വരയ്ക്കുകയും അതുപോലെ ഓരോരോ സ്ട്രക്ചേഴ്സ് ഏതാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും വേണം. ഇതുപോലെ ഇപ്പൊ കാണുന്ന ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് റൈറ്റ് ലെങ്സും ലെഫ്റ്റ് ലെങ്സും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ ക്ലാസ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു.